ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. വോട്ടിട്ട് പൂട്ടിയ പെട്ടിയെ എല്ലാ മുന്നണികൾക്കും പരിപൂർണ വിശ്വാസമാണ്. ആത്മവിശ്വാസത്തിന്റെ കണക്കിൽ 80-ൽ നിന്നും താഴെ പോകുന്നില്ല UDF-ഉം LDF-ഉം. മുഖ്യമന്ത്രി ചർച്ചകൾ വരെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ജനം ആർക്ക് വോട്ട് ചെയ്തെന്ന് ജനത്തിന് മാത്രം അറിയാവുന്ന സത്യം. മെയ് 4-ന് നേരം രാവ് പുലരണം ആ സത്യം പുറത്തുവരാൻ. അതുവരെയുള്ള കൂട്ടിക്കിഴിക്കലുകൾ ഭരണപക്ഷവും പ്രതിപക്ഷവും കഴിഞ്ഞ 5 ആണ്ട് ചെയ്തതും പറഞ്ഞതുമെല്ലാം അനുസരിച്ചാണ്. പക്ഷെ ഒന്നുണ്ട്, അരക്ഷിതരെന്ന് തോന്നിയവർ ആഞ്ഞു കുത്തിയിട്ടുണ്ട്. ഒരുമിച്ചെത്തി തീരുമാനിച്ചിട്ടുണ്ട് വോട്ട് എങ്ങോട്ടെന്ന്. അതറിയാൻ ഇനിയും കാക്കണം 22 ദിവസം. കൂട്ടിക്കിഴിച്ച് കണക്കെത്ര എന്നതാണ് ചോദ്യം. CPI-ൽ നിന്നും ശ്രീ KT കുഞ്ഞിക്കണ്ണനാണ്, കോൺഗ്രസിൽ നിന്നും ശ്രീ അനിൽ ബോസ്, രാഷ്ട്രീയ നിരീക്ഷകരായി ശ്രീ NP ചെക്കുട്ടിയും MA അജിത് കുമാർ NGO യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റും ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ഞാൻ ശ്രീ KT-യിലേക്ക് പോകുന്നു. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഇപ്പോൾ ജില്ല തിരിച്ചുള്ള വിവരങ്ങളൊക്കെ പാർട്ടിക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുമല്ലോ. CPM-ന് അതൊരു കൃത്യമായ സംവിധാനവുമുണ്ട്. എന്താണ് നിങ്ങളുടെ അവസാന കണക്ക്? ഞങ്ങളുടെ അവസാന കണക്ക് തെരഞ്ഞെടുപ്പ് രംഗത്ത് തന്നെ പ്രകടമായ ജനാഭിലാഷങ്ങൾ ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു വിധിയുണ്ടാക്കും എന്നതാണ്. ഇപ്പോൾ പോൾ ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന വോട്ടിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആ പോൾ ചെയ്ത വോട്ടിന് ആർക്കനുകൂലമാണ് എന്ന് തീരുമാനിക്കുന്നത് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാട് സ്വീകരിച്ചു എന്നതിനെ ആശ്രയിച്ചാണ്. ഞാൻ കാണുന്നത് CPM പൊതുവെ വിലയിരുത്തുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ വളരെ ആവേശത്തോടു കൂടി പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരിക്കുന്നത് കേരളം കഴിഞ്ഞ 10 വർഷക്കാലമായി വളരെ സുദൃഢമായ രീതിയിൽ സ്ഥാപനവൽക്കരിച്ചു കഴിഞ്ഞ ഒരു സംവിധാനമാക്കി കഴിഞ്ഞ ക്ഷേമ പദ്ധതികളെയും വികസനത്തെയും നിലനിർത്തണം എന്ന അഭിവാഞ്ഛയോടുകൂടിയാണ്. തീർച്ചയായിട്ടും ആ അഭിവാഞ്ഛ ഇടതുപക്ഷത്തിന് അനുകൂലമായ നല്ല ഒരു വിധിയെഴുത്തായി മാറിയിട്ടുണ്ട് എന്നാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ പല സർവേകളും നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ അതിലേറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം ക്ഷേമ പദ്ധതികളോട് ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള താല്പര്യമുണ്ട്. ഇപ്പോൾ UDF-നെ പരമ്പരാഗതമായി അനുകൂലിച്ചു പോരുന്ന അല്ലെങ്കിൽ UDF-ൻ്റെ ഭാഗമായി നിൽക്കുന്ന സ്ത്രീ സമൂഹത്തിൽ നിന്ന് പോലും ഒരു നല്ല ഷിഫ്റ്റ്, വളരെ ഗണനീയമായ ഒരു ഷിഫ്റ്റ് ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ടിങ്ങിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പല സർവേകളും നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാമുദായികമായ ഏതെങ്കിലും തരത്തിലുള്ള ധ്രുവീകരണമല്ല ഈ തെരഞ്ഞെടുപ്പിലെ വിധിയെ നിർണ്ണയിക്കുക. മറിച്ച് കേരളം അതിൻ്റെ വസ്തുനിഷ്ഠമായ സാമൂഹ്യ വികാസത്തിൻ്റെ ചരിത്രത്തിൽ ഉറപ്പിച്ചെടുത്തിട്ടുള്ള ഇന്നത്തെ നിയോലിബറൽ നയങ്ങൾക്കൊക്കെ എതിരായിട്ട് പൊരുതിക്കൊണ്ട് അതിന് പ്രതിരോധം തീർത്തുകൊണ്ട് രൂപപ്പെടുത്തിയിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ അത് വളരെ ബൃഹത്താണ്. ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആരുടെ മുമ്പിലേക്കും അത് വിശദീകരിച്ച് അവതരിപ്പിക്കേണ്ടതില്ല. ക്ഷേമ പെൻഷൻ തൊട്ട് സ്ത്രീ സുരക്ഷാ ധനസഹായം വരെയുള്ള പദ്ധതികൾ ഇന്നത്തെ ഒരു ലോകക്രമത്തിനകത്ത് വികസിത മുതലാളിത്ത രാജ്യങ്ങൾക്ക് പോലും വേണ്ടത്ര രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അത്രയും ബൃഹത്തായ 62 ലക്ഷം മനുഷ്യർക്കാണ് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത്. ഇപ്പോൾ 31,40,000-ഓളം പേർക്കാണ് സ്ത്രീ സുരക്ഷാ ധനസഹായം നൽകുന്നത്. ഇതുപോലുള്ള ക്ഷേമ പദ്ധതികൾ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടുകയും അത് നിലനിർത്തപ്പെടുകയും ചെയ്യണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും ചരിത്രവും ഇടതുപക്ഷത്തിൻ്റെ ചരിത്രവും അറിയാവുന്ന ആളുകൾ ആരിലാണ് വിശ്വാസ്യത ഉണ്ടാവുക? തീർച്ചയായിട്ടും വിശ്വാസ്യത ഇടതുപക്ഷത്തിനാണ്. മുന്നോട്ട് വെച്ച നയങ്ങൾ അത് നടപ്പാക്കുന്നതിൽ ചരിത്രപരമായി തെളിയിക്കപ്പെട്ട ഒരു മുന്നണി, ഒരു കക്ഷി എന്ന് പറയുന്നത് ഇടതുപക്ഷമാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ മറ്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി ഒരൊറ്റ മുഖത്തെയാണ് നിങ്ങൾ മുൻനിർത്തിയത്. അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖമാണ്. അത് ഹോർഡിങ്ങുകളിലായാലും വാർത്താ സമ്മേളനങ്ങളിലായാലും പിണറായി വിജയൻ എന്നൊരൊറ്റ മുഖം മാത്രമാണ്. LDF എന്ന മുന്നണിയാണ് എങ്കിലും ഒരൊറ്റ മുഖത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോയത്. അപ്പോൾ ജയമായാലും പരാജയമായാലും അത് പിണറായി വിജയൻ കൊണ്ടുവരുന്നതാണ് എന്ന രൂപത്തിൽ വിലയിരുത്തേണ്ടി വരില്ലേ? ജയമായാലും പരാജയമായാലും പിണറായി വിജയൻ എന്ന് പറയുന്നത് തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ പ്രതികരിക്കുന്ന അതിൻ്റെ സാന്ദ്രീകൃതമായ ഒരു പ്രാതിനിധ്യം മാത്രമാണ്. ജനാധിപത്യത്തിനകത്ത് നമുക്കെല്ലാവർക്കും നമ്മളൊരു പ്രാതിനിധ്യ ജനാധിപത്യ സംവിധാനത്തെ അതിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണല്ലോ സ്മൃതി ചർച്ച ചെയ്യുന്നത്.
അപ്പോൾ സഖാവ് പിണറായി എന്ന് പറയുന്നത് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലൂടെ വളർന്നു വന്ന് 10 വർഷക്കാലം തുടർച്ചയായി കേരളം ഭരിച്ച ഒരു ഭരണാധികാരിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഇന്ന് കേന്ദ്ര സർക്കാരും ലോകത്താകെയും ഇന്ന് നടപ്പുള്ള ഒരു ലിബറൽ വ്യവസ്ഥക്കെതിരായിട്ട് അത് സൃഷ്ടിക്കുന്ന അസന്തുലിതത്വങ്ങൾക്കും അത് സൃഷ്ടിക്കുന്ന ദാരിദ്ര്യവൽക്കരണത്തിനുമൊക്കെ എതിരായിട്ട് ഒരു ബദൽ രൂപപ്പെടുത്തി. ആ ബദലിനെ, അതിന് ചരിത്രപരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 57 EMSൻ്റെ സർക്കാരുമായി തുടരുന്നതാണത്. ആ ബദലിനെ അതിശക്തമായി എല്ലാ എതിർപ്പുകളെയും നേരിട്ടുകൊണ്ട് അതിശക്തമായി സ്ഥാപിക്കുന്നതിന് നേതൃത്വം കൊടുത്തുള്ള ഒരു ഭരണാധികാരിയാണ് സഖാവ് പിണറായി വിജയൻ. മാത്രമല്ല അദ്ദേഹം കേരളത്തിലെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്. അദ്ദേഹം CPM പാർട്ടിയാണ് വലുത് എന്ന് നിങ്ങൾ തന്നെ പറയുന്ന വാചകമായതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പാർട്ടിയുമായി ബന്ധപ്പെട്ട സർക്കാരുമായി ബന്ധപ്പെട്ടാണ് ശരി. പക്ഷേ ഒരു LDF എന്ന മുന്നണി എന്ന രൂപത്തിൽ വരുമ്പോൾ, മുൻകാല തിരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾ നേരിടുമ്പോൾ എല്ലാ മുഖങ്ങളും ഉണ്ടായിരുന്നു അല്ലേ? CPMൽ നിന്ന് കാനമുണ്ടായിരുന്നു, CPMൽ നിന്നും VS ഉണ്ടായിരുന്നു, ഒപ്പം തന്നെ കോടിയേരിയുടെ മുഖമുണ്ടായിരുന്നു, പിണറായി വിജയൻ ഉണ്ടായിരുന്നു. അങ്ങനെ നേതാക്കളുടെ ഒരു നിര. അപ്പോൾ LDF എന്ന മുന്നണിയായിട്ട് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നു, അങ്ങനെ മുന്നണിയായിട്ട് വിജയിക്കുന്നു എന്ന രൂപത്തിലാണ് ഇത്. പക്ഷേ ഒരൊറ്റ നേതാവിനെയാണ്, പതിവില്ലാത്ത വിധത്തിൽ നിങ്ങൾ ഒരാളിൽ കേന്ദ്രീകരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ജയമായാലും പരാജയമായാലും ഒരൊറ്റ ആളല്ലേ അതിന് ഉത്തരവാദി എന്നുള്ളത്. അങ്ങനെയുള്ള ഒരു സംശയത്തിനും ആശങ്കക്കും ഒട്ടും വകയില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അതിൽ ഇടതുപക്ഷ പാർട്ടികളുടെ നേതാക്കളുണ്ട്, ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ NCP പോലുള്ള ഈ ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരുണ്ട്. അവർക്കെല്ലാം ഒരേപോലെ പ്രൊജക്ഷൻ ഉണ്ട്. പക്ഷേ ഈ മുന്നണിയെ നയിക്കുന്നത് 10 വർഷക്കാലമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായിരിക്കുന്ന, ഇടതുപക്ഷ സാരഥിയായിരിക്കുന്ന സഖാവ് പിണറായി വിജയനാണ്. അപ്പോൾ സ്വാഭാവികമാണ് അദ്ദേഹത്തിൻ്റെ ചിത്രം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മുന്നിൽ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത്. അത് വളരെ സ്വാഭാവികമായ ഒന്നാണ്. അത് എന്താണ്, വ്യക്തിയും സമൂഹവും വ്യക്തിയും സംഘടനയും പാർട്ടിയും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ചൊക്കെയുള്ള ഒരു സൈദ്ധാന്തിക ചർച്ചയുടെ സമയമല്ലല്ലോ ഇത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ അനിഷേധ്യനായ നേതാവാണ് പിണറായി വിജയൻ. ഇടതുപക്ഷ കക്ഷികൾക്കിടയിൽ ആർക്കും പിണറായി വിജയൻ അതിൻ്റെ നേതാവായിരിക്കുന്നതിൽ ഒരു തരത്തിലുള്ള അസംതൃപ്തിയോ ഒരു തരത്തിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള സംശയവുമില്ല. ഇടതുപക്ഷത്തെ നയിക്കുന്ന ആൾ എന്ന നിലക്ക്, ഇടതുപക്ഷ മുന്നണിയുടെ 10 വർഷക്കാലത്തെ മുഖ്യമന്ത്രി നിലക്ക് 10 വർഷക്കാലത്തെ ഭരണനേട്ടങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നയിക്കുമ്പോൾ, ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ സ്വാഭാവികമായിട്ടും പിണറായിയുടെ ചിത്രം, അല്ലെങ്കിൽ ആരാണോ മുഖ്യമന്ത്രി അവരുടെ ചിത്രം ഉയർത്തി പിടിക്കും. ഈ ചെന്നൈയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം സ്റ്റാലിന്റെ ചിത്രമാണ് ഞാൻ അങ്ങയോട് ആവർത്തിച്ച് ചോദിച്ചത്. മുൻകാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല, ഒരു സംഘം നേതാക്കൾ എന്നുള്ളതായിരുന്നു. ശരി, ഞാൻ അനിൽ ബോസിലേക്ക് പോകുന്നു. അനിൽ ബോസ്, നിങ്ങൾക്കും കണക്കൊക്കെ കിട്ടിയല്ലോ മുൻകാലങ്ങളിലെ. ഞാൻ വരാം അനിൽ ബോസ്, നിങ്ങൾക്കും കണക്കൊക്കെ ജില്ലകളിൽ നിന്ന് കിട്ടിയല്ലോ. ഓരോ ജില്ലയിലും എത്ര മണ്ഡലങ്ങൾ ഇങ്ങോട്ട് പോരുമെന്ന്. ഇന്ന് പ്രതിപക്ഷ നേതാവ് ഒരു കണക്ക് പറയുകയാണ്, 5 ജില്ലകൾ അപ്പാടെ ഇങ്ങ് പോരും, 43 മണ്ഡലങ്ങൾ പൂർണ്ണമായും പിടിച്ചെടുക്കുമെന്നത്. കൊട്ടക്കണക്കല്ല, 100 എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ 100ന്റെ ആത്മവിശ്വാസം, ഈ 45 പറയുകയാണെങ്കിൽ 100ന്റെ കണക്ക് കൂടി അങ്ങ് പറയണ്ടേ? അതെന്താ പറയാത്തത്? അദ്ദേഹം പറയാത്ത ഒരു കണക്ക് ഞാനങ്ങോട്ട് പറയാം. ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് ആകെ ഉള്ളത് 1 MLA ആണ്, കൊല്ലത്ത് ഉള്ളത് 2 MLA ആണ്, ആലപ്പുഴയിലുള്ളത് ഒരാളാണ്, പത്തനംതിട്ടയിൽ ഞങ്ങൾക്ക് ആരുമില്ല, ഇടുക്കിയിൽ ഞങ്ങൾക്ക് ആരുമില്ല. നിലവിലെ സ്ഥിതിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് പത്തനംതിട്ട ഉൾപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും സ്മൃതി ഒരു മാധ്യമ പ്രവർത്തക എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് ഒരു സീറ്റാണോ എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് താങ്കൾ വിലയിരുത്തും. പറഞ്ഞാൽ മതി. കൊല്ലത്ത് ഞങ്ങൾ 2 അല്ലെ, പിടിക്കുന്നതിനൊക്കെ കൃത്യമായ കണക്കുണ്ട്. ഞാൻ അങ്ങയുടെ ഈ ചർച്ചയെ നിയന്ത്രിക്കുന്ന വ്യക്തി എന്നുള്ളതിൽ അങ്ങയോട് ചോദിച്ചാൽ, ഞങ്ങൾ ഒരു സീറ്റിൽ ഒതുങ്ങുന്ന ഒരു പാർട്ടിയാണോ തിരുവനന്തപുരത്ത്? 2ലോ 3ലോ 4ലോ ഒതുങ്ങുന്ന ഒരു പാർട്ടിയാണോ ഞങ്ങൾ തിരുവനന്തപുരത്ത്? അങ്ങനെ നിങ്ങൾ വിലയിരുത്തുന്നുണ്ടോ? കൊല്ലം ജില്ലയിൽ ഞങ്ങൾക്കുള്ളത് 2 ആണെന്ന് പറഞ്ഞു. ഞങ്ങൾ 2ലോ 3ലോ 4ലോ ഒതുങ്ങുന്ന പാർട്ടിയാണ് കൊല്ലത്തെന്ന് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കരുതുന്നുണ്ടോ? ആലപ്പുഴയിൽ 1 സ്ഥലത്ത് ഞങ്ങൾ ആ 1ൽ മാത്രം നിൽക്കുന്ന ഒരു പാർട്ടിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പത്തനംതിട്ടയിലും ഇടുക്കിയിലും ഞങ്ങൾക്കൊന്നും ഇല്ലാത്തടത്ത് ഞങ്ങൾ വെറും കൈയോടെ പോകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? കോട്ടയത്തുള്ളതിനേക്കാൾ കൂടുതൽ പിടിക്കില്ല എന്ന് സ്മൃതി കരുതുന്നുണ്ടോ? മണ്ഡലം തിരിച്ചു പറയാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, മത്സരിച്ച് ജയിച്ചു വരുന്ന MLA-മാരുടെ പേര് പറയാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല പറയാത്തത്. അതുകൊണ്ട് അങ്ങനെ വേണ്ട. പക്ഷേ അങ്ങ് CPM പ്രതിനിധിയോട് ചോദിച്ചു, ഈ തെരഞ്ഞെടുപ്പ് പിണറായി വിജയൻ വലിയ നേതാവാണോ ചെറിയ നേതാവാണോ എന്ന് അങ്ങ് ചോദിച്ചായിട്ട് എനിക്ക് തോന്നിയില്ല.
ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരിൽ അല്ലെങ്കിൽ മാർക്സിസ്റ്റുകാരിൽ ഏറ്റവും മുതിർന്ന നേതാവാണോ അല്ലയോ എന്നൊരു ഡിബേറ്റ് അല്ല ഇവിടെ നടന്നത്. ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഈ ജയത്തിന്റെ ഉത്തരവാദിത്തം പിണറായി വിജയനാണ് എന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ, തോൽവിയുടെ ഉത്തരവാദിത്തം പിണറായി വിജയനെ ഏൽപ്പിക്കാൻ ധൈര്യമുണ്ടോ എന്നാ ചോദിച്ചത്. അതിന് CPM പ്രതിനിധിക്ക് ഉത്തരവില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം അത് പറഞ്ഞാൽ നാളെ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് അദ്ദേഹത്തിന് നല്ല ധാരണയുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറയാറ്. പിന്നെ അദ്ദേഹം പറഞ്ഞ വരികളിൽ ഒരെണ്ണം പറഞ്ഞു, പ്രസ്ഥാനവൽക്കരിച്ചു. ശരിയാണ്, CPM ഒരു സ്വകാര്യ സ്ഥാപനം എന്നുള്ള നിലയിൽ പ്രസ്ഥാനവൽക്കരിച്ചു എന്ന അദ്ദേഹത്തിന്റെ വാദഗതിയോട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. ഒരു കാര്യം സ്മൃതി ഞാൻ പറയുന്നത് നോട്ട് ചെയ്തു വെച്ചു. കേരളത്തിൽ മുന്നണി സംവിധാനത്തിൽ ഒരു തുടർ ഭരണം ഇതിന് മുമ്പൊരിക്കൽ ഈ ഇന്നത്തെ മുന്നണി സമ്പ്രദായം അല്ലാതെ UDF-നും ഇപ്പോൾ LDF-നും കിട്ടിയാണ്. LDF-ന് ഇക്കുറി കിട്ടിയെന്ന് പറയുന്ന ഒരു ഭരണം, രണ്ടാം പിണറായി സർക്കാർ, അത് വരുന്നത് ആ സാഹചര്യം ഒരുക്കിയ ആളുകളുടെ വോട്ട് ഇക്കുറി വീഴുന്നത് പ്രതിഷേധ വോട്ടായിരിക്കും. കാരണം ഒരു ഭയാനകമായ അന്തരീക്ഷത്തിൽ പേടിച്ചു നിൽക്കുന്ന ഒരവസ്ഥയിൽ ശീലമില്ലാത്തൊരു രോഗത്തിന് മുന്നിൽ ശീലമില്ലാത്ത തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ കിട്ടിയ ഭാഗ്യം എന്ന് പറയുന്നത് ഭയപ്പെടുത്തി ആളുകൾക്ക് പറ്റിയ കൈത്തറ്റാണ് എന്ന് അതിന്റെ പേരിൽ അനുഭവിക്കുന്ന ദുരിതങ്ങളെ മനസ്സിലാക്കുന്ന ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവർ വഞ്ചിക്കപ്പെട്ടു, അവർ ചതിക്കപ്പെട്ടു എന്ന ബോധ്യം അവർക്കുണ്ട് ഈ രണ്ടാം സർക്കാരുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് ഇടതുപക്ഷത്തെ അനുകൂലിച്ച ആളുകളെ നിങ്ങൾ നോക്ക്, ഇടതുപക്ഷത്തെ അനുകൂലിച്ച ആളുകളെ നോക്ക്. എന്തുകൊണ്ടാണ് G. സുധാകരനെ പോലൊരു നേതാവിന്, അദ്ദേഹം അധികാരമോഹിയാണെന്ന് സ്മൃതിക്ക് അഭിപ്രായമുണ്ടോ? അദ്ദേഹം അഴിമതിക്കാരനാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? അദ്ദേഹം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി 10-63 വർഷം ചെങ്കൊടിയും പിടിച്ച് സ്വന്തം സഹോദരന്റെ രക്തസാക്ഷിത്വം വരെ സഹിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളല്ലേ? അങ്ങനെ ഒരാൾക്ക് എങ്ങനെയാണ് ഈ 63 വർഷത്തിനിപ്പുറം തന്റെ അംഗത്വം വേണ്ട എന്ന് തീരുമാനിക്കാൻ തോന്നുന്നത്? എന്തായിരിക്കും ആ ചേതോ വികാരം? ഒരു ദിവസത്തെ ഒരു MLA പദവിക്ക് വേണ്ടിയാണ് എന്ന് വേണമെങ്കിൽ ഇവർ വ്യാഖ്യാനിക്കും. അങ്ങനെയാണോ? പയ്യന്നൂരിൽ മത്സരിക്കുന്ന കുഞ്ഞികൃഷ്ണൻ അവിടെ MLA ആകുമെന്ന് വിചാരിച്ചോ? MLAയും മന്ത്രിയാകാൻ വേണ്ടിയാണോ CPM-നെതിരായിട്ട് പോരാട്ടത്തിന് ഇറങ്ങിയത്? ധൻരാജ് എന്ന് പറയുന്ന ഒരു പാർട്ടി സഖാവിന്റെ ഫണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA അടിച്ചു മാറ്റിയെന്ന് കണക്കുകൾ സഹിതം പുറത്തു പറഞ്ഞ് ആ പാർട്ടിയോട് പടിയിറങ്ങി വന്നത് വെറുതെ വന്നതാണെന്നാണോ ധരിച്ചു വെച്ചിരിക്കുന്നത്? എന്താണ് CPM പ്രതിനിധിക്ക് ഇതിനെക്കുറിച്ച് മറുപടി പറയാനുള്ളത്? ഞങ്ങളെ വിട്ടേക്ക്, കോൺഗ്രസ്സുകാരെ, ഐക്യജനാധിപത്യ മുന്നണിക്കാരെ നിങ്ങളങ്ങ് വിട്ടേക്ക്. നിങ്ങൾക്ക് ആക്ഷേപമുണ്ടോ? ഐഷ പോറ്റി അഴിമതിക്കാരെയാണെന്ന അഭിപ്രായമുണ്ടോ? എന്തുകൊണ്ടാണ് ഐഷ പോറ്റി നിങ്ങളുടെ പാർട്ടി വിട്ട് ഇറങ്ങിപ്പോകുന്നത്? ഇന്നലെ വരെ നിങ്ങളുടെ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്ന TK ഗോവിന്ദൻ എന്തിനാണ് പോകുന്നത്? അദ്ദേഹം സ്ഥാനാർത്ഥിയാൻ പോകുന്നതാണോ? അവർ പറഞ്ഞ സ്ഥാനാർത്ഥിയാണോ TK ഗോവിന്ദൻ? CPM-ന്റെ പ്രാദേശിക നേതൃത്വം പറഞ്ഞ സ്ഥാനാർത്ഥിയാണോ TK ഗോവിന്ദൻ? അല്ലല്ലോ. അദ്ദേഹം മത്സരിക്കാൻ ഒരു നിമിത്തമായി, ഒരു നിയോഗമായി എന്നുള്ളത് വേറെ കാര്യം. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് പുറത്തിറങ്ങി വരേണ്ടി വന്നത്? നമ്മൾ ചില രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് വിശകലന സമയത്തെങ്കിലും വേണ്ടേ സ്മൃതി? സത്യസന്ധമായി UDF ജയിക്കുമെന്ന് അറിയാത്ത ഏതെങ്കിലും LDF-കാരൻ കേരളത്തിലുണ്ടോ? പിണറായി വിജയനെ ഒന്ന് വിശ്വസിപ്പിക്കാമോ? ആ LDF ഗവൺമെന്റ് വീണ്ടും വരുമെന്നൊന്ന് വിശ്വസിപ്പിക്കാമോ? കുഞ്ഞുങ്ങള, നമ്മൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഗവൺമെന്റ് മാറുമെന്ന് എല്ലാവർക്കും അറിയാം, വലിയ ഭൂരിപക്ഷത്തിൽ UDF വരുമെന്നറിയാം. പക്ഷേ എന്റെ പോയിന്റ് അതല്ല. ഗവൺമെന്റ് വരുന്നതും വരാത്തതും പെട്ടി പൊട്ടിക്കട്ടെ, എണ്ണട്ടെ, ഗവൺമെന്റ് വരട്ടെ. എന്റെ ചോദ്യം, ഈ സന്ദർഭത്തിൽ പോലും നിങ്ങൾക്കൊരു കുറ്റബോധം തോന്നുന്നില്ലേ? ശരി, നിങ്ങൾക്കൊരു കുറ്റബോധം, ഒന്ന് പൊട്ടിക്കരയാൻ തോന്നുന്നില്ലേ? അങ്ങനെ പൊട്ടിക്കരയാനൊന്നും ആയിട്ടില്ലല്ലോ. G. സുധാകരനെ പോലെ, ഐഷ പോറ്റിയെ പോലെ പൊട്ടിക്കരയാനുള്ള സമയമായിട്ടില്ലല്ലോ. 22 ദിവസം കഴിഞ്ഞ ഒരു വിധി വരുമ്പോഴല്ലേ പുനഃപരിശോധന വേണോ എന്നാണ്. സ്മൃതി ഒരു സെക്കൻഡ്. ഞാൻ തെരഞ്ഞെടുപ്പ് ഫലം ഞാൻ പറഞ്ഞത് കേട്ടല്ലോ. വോട്ട് എണ്ണട്ടെ, പെട്ടി പൊട്ടട്ടെ, അതല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് G. സുധാകരനെ പോലെ, ഐഷ പോറ്റിയെ പോലെ, TK ഗോവിന്ദനെ പോലെ, കുഞ്ഞികൃഷ്ണനെ പോലെ ആളുകൾ അഴിമതിക്കാരും CPM-ന് അനഭിമതരും അവർ കൊള്ളുകയില്ലാത്തവരുമാണെന്ന് ഇദ്ദേഹത്തിന് അഭിപ്രായമുണ്ടോ? അതാ ഞാൻ ചോദിച്ചത്. അവർക്ക് പോലും സഹിക്കാൻ കഴിയാത്ത ഒരു ഗവൺമെന്റിനെ കേരളത്തിലെ പൊതുസമൂഹം സഹിക്കുമെന്ന് ഇപ്പോൾ ഈ സന്ദർഭത്തിൽ പോലും ചർച്ചയിൽ വന്നിരുന്ന് പറയണമെങ്കിൽ അതിന് പിണറായി വിജയന് പോലും ധൈര്യം ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി നമുക്ക് മാറിയും കയറിയും പറയാം സ്മൃതി. ഫലം വരട്ടെ. നമ്മളിപ്പം വാദപ്രതിവാദമൊന്നും വെക്കേണ്ട. ഫലം വരട്ടെ, ഗവൺമെന്റ് ഉണ്ടാകുമെന്നത് നമുക്ക് നോക്കാം. എത്ര പേര് വരും, എത്ര പേര് ജയിച്ചു വരുന്നു. ഞാൻ പറഞ്ഞത് CPM-ന്റെ അപജയത്തെ ചൂണ്ടിക്കാണിച്ച് അതിൽ പോയവരെല്ലാം കുഴപ്പക്കാരും കുലംകുത്തികളുമെന്ന് ചിത്രീകരിച്ച് കൊല്ലാഞ്ഞത് ഭാഗ്യം. പഴയകാല അനുഭവം വെച്ചാണെങ്കിൽ കൊല്ലും. അങ്ങനെ കൊല്ലാഞ്ഞത്
അവരുടെ ഭാഗ്യം, അവരുടെ കുടുംബങ്ങളുടെ ഭാഗ്യം. ശരി, ശ്രീ എൻ പി ചെക്കുട്ടി, ഒരു തരംഗമുണ്ടായിട്ടുണ്ട് എന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. ആ തരംഗത്തിൽ അങ്ങ് 100 സീറ്റ് ഇങ്ങ് പോരും എന്ന് തന്നെയാണ് അവർ കരുതുന്നത്. അതിൽ ഈ പറയുന്ന വലിയ രീതിയിലുള്ള ശതമാനക്കണക്ക്, പോളിംഗ് ശതമാനം, അത് ഒരു ഘടകമാണ്. SIRഉം ഒരു ഘടകമാണ്. പക്ഷെ അത് കൂടാതെ തന്നെ വലിയ രീതിയിൽ ആളുകൾ 2019-ലും 2024-ലും ഒക്കെ എത്തിയതുപോലെ അതേ മാതൃകയിൽ തന്നെ വോട്ടർമാർ വന്ന് വോട്ട് ചെയ്തു എന്നതാണ് അവരുടെ അവകാശവാദം. അത് ശരിവെക്കുകയാണെങ്കിൽ അതിനിടയാക്കിയ കാര്യങ്ങളെ അങ്ങ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇപ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ട് നിരന്തരം വിമർശനങ്ങൾ അങ്ങ് പല ഘട്ടങ്ങളിലായി ഉന്നയിച്ചിട്ടുള്ളതാണ്. അങ്ങനെയെങ്കിലും ഒരു ഭരണമാറ്റം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ പ്രധാന ഘടകങ്ങളായി വരിക എന്തായിരിക്കും? ഞാൻ നേരത്തെ KT-യോട് ചോദിച്ച പിണറായി വിജയൻ എന്ന ഒരു ഒറ്റ മുഖത്തെ മുൻനിർത്തിക്കൊണ്ട് നടന്ന തിരഞ്ഞെടുപ്പ് മാത്രമല്ല, പൊതുവെ എടുത്ത സമീപനം ഒരൊറ്റ നേതാവിൽ ഒതുങ്ങുന്നു. അത് കമ്മ്യൂണിസ്റ്റ് ശൈലിയല്ല എന്നുള്ളത് പലപ്പോഴായി പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോഴിതാ തിരഞ്ഞെടുപ്പ് പോളിംഗിന് ശേഷം CPM-നെ എല്ലാ കാലത്തും പിന്തുണച്ചിട്ടുള്ള, CPM-ന്റെ എല്ലാ നടപടികളെയും, സർക്കാരിന്റെ എല്ലാ നടപടികളെയും പിന്തുണച്ച് അവർക്ക് പിന്തുണ നൽകുക മാത്രമല്ല, ഓരോ തീരുമാനങ്ങളിലെയും അവരുടേതായ കൃത്യമായ വ്യാഖ്യാനങ്ങൾ നടത്തി പ്രതികരിച്ചു കൊണ്ടിരുന്നവർ പോലും ഇപ്പോൾ ഒരൊറ്റ മുഖത്തെ മുന്നിൽ നിർത്തി തെരഞ്ഞെടുപ്പ് നേരിട്ട് തെറ്റായിപ്പോയി, അതൊരു ശരിയായ കാര്യമായിരുന്നില്ല എന്ന വിലയിരുത്തലുകൾ ഇപ്പോൾ ഒരുപാടായി കാണുന്നു. അങ്ങനെ വിലയിരുത്തുന്നു? അല്ല, ഒരു കാര്യം വളരെ ക്ലിയറാണ്. ഇന്നലെ രാവിലെ മുതൽ വളരെ വാശിയോടുകൂടിയാണ് ജനങ്ങൾ പോളിംഗ് ബൂത്തിൽ എത്തിച്ചേർന്നിട്ട് തെരഞ്ഞെടുപ്പിൽ പ്രക്രിയയിൽ പങ്കെടുത്തത്. അത് സാധാരണ നിലയിൽ 2 തവണ ഭരിച്ച് ഒരു സർക്കാരിനെ വീണ്ടും ഒരു തവണ കൂടി ജയിപ്പിക്കാനായിട്ട് ഇത്ര വാശിയോടുകൂടി രാവിലെ തന്നെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലെത്തും എന്ന് പ്രതീക്ഷയിൽ യാതൊരു അർത്ഥവുമില്ല. അതൊരു ഇല്ലോജിക്കലാണ്. അവരെ സംബന്ധിച്ചുള്ള അവർക്ക് അവരുടെ വികാരങ്ങൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സിനെയാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ 50% ആളുകൾ പോളിംഗ് ബൂത്തിൽ എത്തി വോട്ട് ചെയ്യില്ല. അത് ഒന്നാമത്തെ കാര്യം. വളരെ കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം ജനങ്ങൾക്ക് കൊടുക്കാനുണ്ടായിരുന്നു. അത് ഈ കേരളത്തിൽ ഭരിക്കുന്ന സർക്കാരിനെതിരായിട്ടുള്ള വികാരമാവാനേ സാധ്യതയുള്ളൂ. കാരണം സർക്കാരിന് അനുകൂലമായിട്ടൊരു വികാരമായിരുന്നെങ്കിൽ അങ്ങനെ ഇത്ര ശക്തിയോടുകൂടിയുള്ള ഒരു ഒഴുക്ക് ഉണ്ടാകുമായിരുന്നില്ല പോളിംഗ് ബൂത്തിലേക്ക്. ആളുകൾ വരും, വോട്ട് ചെയ്ത് പോവും. അത് നല്ല കാരണം 2 തവണ വോട്ട് ചെയ്തിട്ട് ഇനി 3ാമത്തെ ഒരു തവണയും കൂടി എന്ന മട്ടിലേ വരുമായിരുന്നു. അപ്പം അതുകൊണ്ട് ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു ജനവികാരമാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിക്കുന്നത്. 2021 എന്തിനു മാറണം എന്നുള്ള കാര്യമുണ്ടല്ലോ. ഇപ്പോൾ വികസനം, അത് ഞാൻ പറയാം. അതിലേക്ക് ഞാൻ വരികയാണ്. അതിലേക്ക് ഞാൻ വരുന്നത്. എന്തിനു മാറണമെന്ന് വെച്ചാൽ എന്താണ് ഇവർ ചെയ്തിട്ടുള്ളത്? 81 വയസ്സ് കഴിഞ്ഞ ഒരു മനുഷ്യൻ നാട്ടിലെങ്ങും പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ റോഡാകെ, നാടാകെ, വീടാകെ, TV ആകെ, പോസ്റ്ററാകെ എല്ലാം നിങ്ങളെ ഭരിക്കാൻ ഞാനല്ലാതെ വേറെ ആര്? ഇതൊക്കെ അഹങ്കാരമല്ലേ സത്യത്തിൽ? 81 വയസ്സുള്ള ഒരാൾ കേരളത്തിലെ 2.5 കോടി ജനങ്ങളോട് ചോദിക്കാൻ നിങ്ങളെ ഭരിക്കാൻ ഞാനല്ലാതെ വേറെ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ജനങ്ങൾ എന്ത് മറുപടിയാണ് പറയേണ്ടത്? മറുപടി എന്താ പറയുന്നത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അത് പറഞ്ഞാൽ എന്താ പറയുക, അൺപാർലമെൻ്ററി ആവും. അതുകൊണ്ട് ഞാനത് പറയാത്തതാണ്. പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ ആ വികാരമുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. ജനങ്ങൾ വിഡ്ഢികളല്ല. കേരളത്തിലെ ജനങ്ങൾക്ക് രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്, രാഷ്ട്രീയ ബോധമുണ്ട്. ഇങ്ങനെയുള്ള ഏകപക്ഷീയമായിട്ടുള്ള നിലപാടുകൾ, ഒരു തരത്തിലുള്ള അഹങ്കാരഭരിതമായിട്ടുള്ള ക്യാമ്പയിനാണ് സത്യത്തിൽ നടന്നിരിക്കുന്നത്. ഈ ക്യാമ്പയിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ നോക്കിയാൽ ജനങ്ങളുടെ തലയ്ക്ക് മേലെ കയറിക്കൊണ്ട് ജനങ്ങളെ എന്താ പറയുക, അവരുടെ അമിതമായിട്ട് അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു ക്യാമ്പയിനായിട്ട് അത് വന്നിരിക്കുന്നത്. ഒരു ഇൻഡിവിജ്വലിൻ്റെ വിഷയം മാത്രമല്ല, ഒരു ഇൻഡിവിജ്വലിനെ അവർ സെലക്ട് ചെയ്യാതിരിക്കുകയോ അത് അവരുടെ ഇഷ്ടമാണ്. പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഏതൊരു സിംഗിൾ ഇൻഡിവിജ്വലിനെ വെച്ചുകൊണ്ട് ഒരു പാർട്ടിയും ഇന്നേ വരെ ഈ തരത്തിലൊരു ക്യാമ്പയിൻ നടത്തിയില്ല. എന്തുകൊണ്ട്? അങ്ങനെ ക്യാമ്പയിൻ നടത്തി കഴിഞ്ഞാൽ ജനങ്ങൾ തിരിച്ചടിക്കും. കാരണം അദ്ദേഹം നടത്തുന്ന ഓരോ ചെറിയ തെറ്റുകളും, അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഓരോ ചെറിയ പെശകുകളും വലിയ തോതിൽ പർവ്വതീകരിക്കപ്പെടും. അത് ആപത്താണ് എന്ന് തിരിച്ചറിയാനുള്ള ബോധ്യം കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിന്, ഈ UDF ആയാലും ഈ LDF ആയാലും അവർക്കൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നായനായാലും ശരി, VS ആണെങ്കിലും ശരി, EMS ആണെങ്കിലും ശരി, അവരെ മാത്രം വെച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ഇന്ന് വരെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നൊരു റിയാലിറ്റി. അതിൻ്റെ കാരണം വെച്ചാൽ രാഷ്ട്രീയമായിട്ട് കേരളം പോലൊരു സ്ഥലത്ത് നമ്മൾ പ്രത്യേകമായിട്ട് കാണാം. അതിനൊരു വലിയ പാരമ്പര്യമുണ്ട്, രാഷ്ട്രീയമായ വിദ്യാഭ്യാസമുണ്ട്, ശക്തമായ രാഷ്ട്രീയ
ചർച്ചകൾ എല്ലാ തലങ്ങളിലും നടക്കുന്ന ഒരു സൊസൈറ്റിയാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് വിഷയങ്ങളിൽ നിന്ന്, വസ്തുതകളിൽ നിന്ന്, യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടിക്കൊണ്ട് ഒരു എന്താ പറയുക, ഒരു പിയർ റിലേറ്റഡ് ആയിട്ടുള്ള വസ്തുതാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു ക്യാമ്പയിൻ നടത്തി കഴിഞ്ഞാൽ അത് തിരിച്ചടിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിലെ 2.5 കോടി ജനങ്ങൾക്കിടയിൽ നിന്ന് വളരെ സ്വാഭാവികമായിട്ട് ലീഡേഴ്സ് ഉയർന്നു വരും. അതാണ് നമ്മുടെ ചരിത്രം, നമ്മുടെ അനുഭവം അതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു സിംഗിൾ ഇൻഡിവിജ്വലിനെ ഫോക്കസ് ചെയ്തത് തന്നെ അവരുടെ ഏറ്റവും വലിയ പെശകായിട്ടാണ് ഞാൻ കാണുന്നത്. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ അവരുടെ ക്യാമ്പയിൻ അടി മുതൽ മുടി വരെ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അതിന് എന്താ പറയുക, അത് എന്താ പറയുക, തെറ്റായ പാതയിലൂടെയാണ് പോയിട്ടുള്ളത്. അതിൻ്റെ സ്വാഭാവികമായിട്ട് റിസൾട്ട് എന്ന് പറയുന്നത് പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്കെതിരായിട്ടുള്ള ഒരു ജനവിധി വരും എന്നുള്ളതാണ്. ശരി, ഇങ്ങനെ വിധി എഴുതി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിന്റെ വിശകലനം ഞാൻ സർക്കാർ ജീവനക്കാരുടെ ഭാഗത്തു നിന്നുകൊണ്ടാണ് ഞാൻ അഭിപ്രായം പറയുന്നത്. തെരഞ്ഞെടുപ്പിന്റെ വിശകലനത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ വോട്ടിന്റെ പെട്ടിയിലായ വോട്ടിന്റെ കണക്കുകൂട്ടലുകളെ കുറിച്ചാണ് ചർച്ച. ജീവനക്കാരെ പ്രതിനിധീകരിക്കുമ്പോൾ പെട്ടിയിലാവാൻ കഴിയാത്ത വോട്ട് നിഷേധത്തിന്റെ അവകാശ ലംഘനത്തിന്റെ ഭാഗം കൂടി ഉണ്ട് എന്നത് ഈ ചർച്ചയുടെ ഭാഗമായി ചൂണ്ടിക്കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. വലിയ പ്രയാസമായിരുന്നു ഈ പ്രാവശ്യം കേരളത്തിലെ സർക്കാർ ജീവനക്കാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കേണ്ടി വന്നപ്പോൾ അവരുടെ വോട്ടവകാശം നിഷേധിക്കുന്ന തരത്തിലുള്ള നടപടിക്രമത്തിന്റെ സങ്കീർണത. നോക്കൂ ശ്രീ അജിത് കുമാർ, ചെറിയൊരു പ്രശ്നമുണ്ട്. അങ്ങയുടെ ഓഡിയോ അത്ര ക്ലിയർ അല്ല. ഒരു ചെറിയ പ്രശ്നം, അത് ശരിയാക്കിയ ശേഷം ഞാൻ അങ്ങയിലേക്ക് വരാം. ഒന്ന് KT-യിലേക്ക് പോകുന്നു. KT, നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് ഒരു മുഖത്തെ മുന്നിൽ കാണിച്ചുകൊണ്ടുള്ള തിരഞ്ഞെടുപ്പ്. എന്തുകൊണ്ട് ആ ചോദ്യത്തിലേക്ക് തന്നെ വീണ്ടും വരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളെ പിന്തുണച്ചിരുന്നവരിൽ പോലും അത്തരം പ്രതികരണങ്ങൾ വന്നു എന്നുള്ളത് കൊണ്ടാണ് അത്തരം വിശകലനങ്ങൾ വരുന്നു. അതിലൊരു വിശകലനം ഞാൻ വായിക്കാം. ആളുടെ പേരൊന്നും പറയുന്നില്ല. LDF ക്യാമ്പുകളിൽ ആശങ്കയുണ്ട്, UDF ക്യാമ്പിൽ അത്ര യുക്തിസഹമല്ലാത്ത ആത്മവിശ്വാസമുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങി. അതിൽ പറയുന്ന ഒരു കാര്യം, ആ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ പെർഫോമൻസ് മോശമായിരുന്നെങ്കിലും LDFന് വലിയ വിജയസാധ്യത ഉറപ്പിക്കാമായിരുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മറ്റാരെയെങ്കിലും ഉയർത്തിക്കാട്ടിയിരുന്നെങ്കിൽ എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പിണറായി വിജയൻ എന്ന ഒറ്റ വ്യക്തിയിലേക്ക് കേന്ദ്രീകരിച്ച പ്രചാരണ തന്ത്രം LDFന് ദോഷകരമായിട്ടുണ്ടാകും എന്നാണ് കരുതുന്നതെന്ന് പറയുന്നു. ഇത് നിങ്ങളെ പിന്തുണയ്ക്കുന്നവരിൽ നിന്ന് തന്നെ വരുന്ന പ്രതികരണമാണ്. ഇതൊരു പോസ്റ്റാണ്. ഇങ്ങനെ നിരവധി പോസ്റ്റുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അങ്ങും വായിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇത് ഈ വോട്ടെടുപ്പിന് ശേഷം വന്നിരിക്കുന്ന ഒരു വിലയിരുത്തലാണ്. അതിനെ നിങ്ങൾ തുറന്ന മനസ്സോടെ അംഗീകരിക്കുന്നുണ്ടോ? സ്മൃതി, ഒരു തെരഞ്ഞെടുപ്പായാലും മറ്റേത് തരത്തിലുള്ള രാഷ്ട്രീയ പ്രക്രിയയായാലും അത് സംബന്ധമായി സമൂഹത്തിൽ പല അഭിപ്രായങ്ങളുണ്ടാകും. വ്യക്തികൾക്ക് അവരുടേതായ അഭിപ്രായങ്ങളുണ്ടാകും. ആ അർത്ഥത്തിൽ ആ കുറിപ്പ് എഴുതിയ ആളാരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആരായാലും അയാളുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ആ അഭിപ്രായം അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. പക്ഷേ CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കൃത്യമായി ജനാധിപത്യ കേന്ദ്രീകരണമനുസരിച്ച് രൂപപ്പെട്ടതും പ്രവർത്തിക്കുന്നതുമായിട്ടുള്ളൊരു സംവിധാനമാണ്. അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സംസ്ഥാന തലത്തിൽ അതിൻ്റെ കേന്ദ്രമുണ്ട്, ജില്ലകളിലുണ്ട്, മണ്ഡലാടിസ്ഥാനത്തിലുണ്ട്. ഇതിലൊക്കെ തന്നെയുള്ള ആലോചനയുടെ, ഇതിലൊക്കെ നടത്തിയിട്ടുള്ള ചർച്ചകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ആരാണ് നയിക്കേണ്ടത്. ആ കാര്യത്തിൽ ഞങ്ങൾക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സഖാവ് പിണറായി വിജയനാണ് ആ ക്യാമ്പയിൻ നയിക്കുക. പിണറായി വിജയനോടൊപ്പം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ കക്ഷികളുടെയും നേതാക്കളുണ്ട്. അതിന് ലീഡറായിരിക്കുന്നത് 10 വർഷക്കാലമായി കേരളത്തിലെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ആളാണ്. ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന എന്താണ്? ഒരു ദശാബ്ദക്കാലം കാലം കൊണ്ട് കേരളം നേടിയെടുത്ത ഈ ക്ഷേമത്തിൻ്റെയും വികസനത്തിൻ്റെയും നയങ്ങൾ, ഈ മൈത്രിയുടെയും സമാധാനത്തിന്റെയും മാതൃക ഇത് നിലനിർത്തണം. അതിനാണ് ഞങ്ങൾ വോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. രാഷ്ട്രീയം പറയേണ്ട, രാഷ്ട്രീയമാണോ പറയേണ്ടത്? ഇവിടെ വികസനമല്ലേ ചർച്ച ചെയ്യേണ്ടത്? നിങ്ങൾ ആവർത്തിച്ച് പറയുന്നതാണ്. നിങ്ങൾ എങ്ങനെ മാറിപ്പോയി? രാഷ്ട്രീയം പറയുന്നതിൽ നിന്ന് മുഖം തിരിക്കുന്ന രൂപത്തിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് മാറുന്നത് KT? അപ്പോൾ രാഷ്ട്രീയം പറയുമ്പോൾ നിങ്ങൾക്കത് ഭയങ്കര അരോചകമായി അനുഭവപ്പെടുകയാണ്. രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് എന്തിനു വരുന്നു? ഇവിടെ വികസനവും ജനക്ഷേമവും ഞങ്ങൾ തരുന്നില്ലേ, അതങ്ങ് വാങ്ങിയാൽ പോരെ എന്ന രൂപത്തിൽ ആവർത്തിച്ച് പറയുമ്പോൾ ജനം അത് ആ രൂപത്തിൽ അത് അംഗീകരിക്കുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? സ്മൃതി, പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രാഥമികമായ ഒരു കാര്യം പറയുകയാണ്. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ രാഷ്ട്രീയത്തെ കാണുന്നത് ജനജീവിതത്തെ നിർണ്ണയിക്കുന്ന സാമ്പത്തിക
രംഗത്തിൻ്റെ ഒരു സാന്ദ്രീകരണ രൂപം മാത്രമാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ സമ്പദ് ശാസ്ത്രത്തിൻ്റെ ഒരു സാന്ദ്രീകൃത മേഖലയാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഇവിടെ ജീവിക്കുന്ന, ഇവിടെ ജനിച്ചു വളർന്ന മനുഷ്യർക്ക് ഭക്ഷണം വേണം, വസ്ത്രം വേണം, വിദ്യാഭ്യാസം വേണം, ആരോഗ്യ ചികിത്സക്കും സാംസ്കാരിക അഭ്യുന്നതിക്കും വേണ്ടിയുള്ള അവസരം വേണം. അതാണ് ജനാധിപത്യത്തിൻ്റെ രാഷ്ട്രീയം. അത് നേടിയെടുക്കാൻ ഇന്നത്തെ നിയോ ലിബറൽ ലോകക്രമത്തിനകത്ത് ഒരു സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര നയങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ആ നയങ്ങൾക്ക് ബദലായിട്ട് ക്ഷേമത്തിൻ്റെയും വികസനത്തിൻ്റെതുമായ അനവധി പദ്ധതികൾ രൂപപ്പെടുത്തുന്നു. അതാണ് അതിന്റെ പൊളിറ്റിക്സ്. ആ പൊളിറ്റിക്സ് അല്ലേ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പിൽ ഒരുപാട് വിഭാഗങ്ങൾ ഇവിടെയുണ്ട്. അങ്ങി പറയുന്ന അതിദാരിദ്ര്യമുക്ത കേരളം എന്ന അവകാശവാദത്തിനിടയിലും വളരെ ദരിദ്രമായ ചുറ്റുപാടിൽ അതിദാരിദ്ര്യാവസ്ഥയിൽ കഴിയുന്ന ഒരുപാട് വിഭാഗങ്ങളുണ്ട്. SC/ST വിഭാഗം, ദളിത് വിഭാഗങ്ങളോടൊക്കെ നിങ്ങൾ എത്രത്തോളം മുഖം തിരിച്ചു എന്ന കണക്കുകൾ സഹിതം തിരിച്ചുള്ള കാര്യങ്ങൾ ആ വിഭാഗത്തിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട്. ഇവിടെ ദളിത് വിദ്യാർത്ഥികൾക്ക് കിട്ടിയിരുന്ന സ്കോളർഷിപ്പ് കുറെ കാലമായി മുടങ്ങിയ സാഹചര്യമുണ്ട്. പഠനം നിർത്തേണ്ടി വന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ആ വിഭാഗമൊക്കെ, അതായത് നിങ്ങളോട് അടുത്തിരുന്ന, നിങ്ങളോട് ചേർന്ന് നിന്നിരുന്ന ഒരു വിഭാഗം അങ്ങനെ അടർന്നു പോയിട്ടുണ്ട്. കേട്ടി, ഇവിടെ സ്വർഗമായിരുന്നില്ല എന്നൊരു വിലയിരുത്തലിലേക്ക് നിങ്ങൾ എപ്പോഴാണ് സ്മൃതി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് ഒരു നിയോ ലിബറൽ, ഒരു ബൂർഷാ ഭരണകൂട വ്യവസ്ഥക്കകത്ത് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് ഏറ്റവും ജനോപകാരപ്രദവും ക്ഷേമോന്മുഖവും വികസനോന്മുഖവുമായ നയങ്ങൾ രൂപപ്പെടുത്തി നടപ്പാക്കുകയാണ്. അത് കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളോട്, അതിൻ്റെ ഫെഡറലിസത്തിനെതിരായിട്ടുള്ള നിരന്തരമായ നിഷേധാത്മകമായ സമീപനങ്ങളോട് സമരം നടത്തിക്കൊണ്ടാണ് ഇത് നടത്തുന്നത്. അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളിവിടെ ദാരിദ്ര്യം പൂർണ്ണമായി ഇല്ലാതായി എന്ന് പറയുന്നില്ല. അതിദാരിദ്ര്യം ചെയ്യുന്നത് പോലെ ഒരു വലിയൊരു ഏറ്റുമുട്ടൽ കേന്ദ്രവുമായി കേരളത്തിൽ നിന്ന് അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഒരു യുദ്ധം ഈ അങ്ങ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേന്ദ്രത്തോട് പോരടിക്കുന്ന അങ്ങനെ ഒരു പോര് എവിടെയൊക്കെയാണ് കാണുന്നത്? അവിടെ മറിച്ച് നിങ്ങൾക്കെതിരെ ഉയരുന്ന ആരോപണം, നിങ്ങൾക്കെതിരെ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തന്നെ ഉയരുന്ന ആരോപണം, അവിടെ കേന്ദ്രമന്ത്രിമാരുമായി അടച്ചിട്ട മുറിയിൽ വീടുകളിൽ പോയി അവരുടെ വസതിയിൽ പോയി നടത്തിയിരിക്കുന്ന ചർച്ച എന്നൊക്കെയാണ് കോൺഗ്രസ് ആവർത്തിച്ച് പറയുന്നത്. അതിനൊരു മറുപടി വേണ്ടേ? അതിന് ഇതുവരെ മറുപടി വന്നിട്ടില്ല. കേട്ടി, അല്ല കോൺഗ്രസ്സുകാർ പറയുന്ന അവരുടെ വാദം ഏറ്റെടുത്ത് സ്മൃതിയുടെ അഭിപ്രായമായിട്ട് എന്റെ മുന്നിൽ അവതരിപ്പിക്കില്ല. സ്മൃതി ഒരു മാധ്യമ പ്രവർത്തകയാണ്, കേരളത്തിലെ സീനിയറായ ഞാൻ പറയട്ടെ സ്മൃതി, ഞാൻ പറയട്ടെ, മറുപടി പറയാൻ ഞാൻ സന്നദ്ധനാണ്. ഞാൻ മറുപടി പറയാനാണല്ലോ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഈ കേരള സംസ്ഥാനം കേന്ദ്ര സർക്കാരിൻ്റെ ഭരണഘടനാ വിരുദ്ധമായ, ഫെഡറലിസത്തിന് വിരുദ്ധമായ, സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ട വിഭവമൊക്കെ നിഷേധിക്കുന്നതിനായിട്ട് എത്ര ശക്തമായ പ്രതിരോധം നിർത്തിയിട്ടുണ്ട്. ജമ്മു കാശ്മീരിലെ പഴയ മുഖ്യമന്ത്രി തൊട്ട് ഇതാ തമിഴ്നാട്ടിലെ ഗവൺമെൻറ് വരെ, ഡൽഹിയിലെ AP പ്രതിനിധികൾ വരെ ഉൾക്കൊള്ളുന്ന പ്രതിരോധങ്ങൾ ഡൽഹി നഗരത്തിൽ പോയിട്ട് നരേന്ദ്രമോദിയുടെ മൂക്കിന് മുമ്പിൽ പോയിട്ട് ജന്തർമന്ദർ റോഡിൽ ഇരുന്നു കൊണ്ട് കേരളം ഉയർത്തിയിട്ടുണ്ട്. അങ്ങനെ ഉയർത്തിയപ്പോൾ സ്മൃതി ഇപ്പോൾ വക്കാലത്തെടുത്തിരിക്കുന്ന കോൺഗ്രസ്സുകാരുണ്ടല്ലോ, UDF-കാർ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവരെടുത്ത നിഷേധാത്മകമായ സമീപനത്തെക്കുറിച്ച് സ്മൃതി ചർച്ച കേരളത്തിന്റെ അരോചകമാകുന്നു. കേട്ടി, കാരണം ഒരു ചോദ്യം ചോദിക്കുന്ന ആളെ ഏതെങ്കിലും അത് അവസാനിപ്പിക്കാറായി. പ്രതിപക്ഷ സ്വരം എന്നത് കേൾക്കണ്ടേ? സ്മൃതി ഉന്നയിക്കുന്ന സ്മൃതിയെ ഈ ചർച്ചയിൽ കേരളത്തിലെ പ്രേക്ഷകർ, വ്യൂസ് എന്ന് പറയുന്ന നിങ്ങളുടെ ഇരകളുണ്ടല്ലോ, നിങ്ങളുടെ ഇരകൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ? സ്മൃതി ഓരോ വിഷയത്തിലും എടുക്കുന്ന നിലപാട് എന്താണെന്ന് ആർക്കാണ് അറിയാത്തത്? അത് പൊളിറ്റിക്കലാണ്. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലക്ക് സ്മൃതിക്ക് അത്തരത്തിലുള്ള പൊളിറ്റിക്കൽ നിലപാട് സ്വീകരിക്കുന്നതിൽ ഞാൻ കുറ്റപ്പെടുന്നില്ല. സ്മൃതിയുടെ അഭിപ്രായം. പക്ഷേ ഞാൻ എൻ്റെ പാർട്ടിയുടെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടാണ് ഈ സമയമില്ലാത്ത സമയത്ത് 1 മണിക്കൂറൂടെ വന്നിരിക്കുന്നത്. അപ്പം എന്നെ പറയാൻ ഒരു സാമാന്യമായ ജനാധിപത്യ മര്യാദയാണ്. എന്നോട് ചോദ്യം ചോദിച്ചിട്ട് സ്മൃതി എന്താണ് ഞാൻ പറയുന്നതിന് മുമ്പ് എൻ്റെ നാക്ക് കയറരുത്. അങ്ങനെ കയറിയാൽ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. എനിക്ക് എൻ്റെതായ അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങൾ പറയാൻ സമയം തരണമല്ലോ. സ്മൃതി ഇവിടെ അനിൽ ബോസ് സംസാരിച്ചല്ലോ, സ്മൃതി മിണ്ടിയില്ലല്ലോ. ഇവിടെ ചേക്കുട്ടി സംസാരിച്ചല്ലോ, സ്മൃതി മിണ്ടിയോ? സ്മൃതി മിണ്ടിയില്ല. അവർക്ക് ഇഷ്ടംപോലെ സുഖമായി സംസാരിക്കാൻ, അവരുടെ വാദങ്ങൾക്ക് ഒരു തടസ്സവും സ്മൃതി സൃഷ്ടിച്ചില്ലല്ലോ. ഞാൻ പറയട്ടെ, കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഇന്ത്യക്കാകെ മാതൃകയാകുന്ന തരത്തിൽ നിയോ ലിബറൽ നയങ്ങൾക്ക് ബദൽ രൂപപ്പെടുത്തിയിരിക്കുക. ആ ബദൽ തന്നെയാണ് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ പ്രതിരോധം. സ്മൃതിക്കറിയാമല്ലോ, സ്മൃതി ഇവിടെ ജമാഅത്ത് ഇസ്ലാമിക്കാരെയോ കോൺഗ്രസ്സുകാരുടെയോ ഒക്കെ വാദങ്ങൾ ഏറ്റുപിടിച്ച് എന്നോട് ചോദ്യം ചോദിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്ത്യയിൽ RSS നേതൃത്വം തലക്ക് വില പറഞ്ഞ ഒരൊറ്റ മുഖ്യമന്ത്രിയുള്ളൂ. ഉജ്ജയിൻ നടന്ന RSS ശിബിരത്തിൽ
കുന്ദൻ ചന്ദ്രാവത്ത് എന്ന് പറയുന്ന RSS നേതാവ്, അദ്ദേഹം 1 കോടി ഉറുപ്പിക ഇനാം പ്രഖ്യാപിച്ച അശോക് ഗെഹ്ലോട്ടിൻ്റെ തലക്കല്ല, കോൺഗ്രസിൻ്റെ ഏതെങ്കിലും മുഖ്യമന്ത്രിയുടെ തലക്കല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള സഖാവ് പിണറായി വിജയൻ്റെ തലക്കാണ്. സ്മൃതിക്ക് എന്നേക്കാൾ നന്നായിട്ട് ആരാണ് പിണറായി വിജയൻ എന്നറിയാം. മറ്റേ സ്മൃതി ഇപ്പോൾ എത്തപ്പെട്ടിരിക്കുന്ന പൊളിറ്റിക്കൽ പൊസിഷനിൽ നിന്നുകൊണ്ട്, സ്മൃതി ഇപ്പോൾ എത്തപ്പെട്ടിരിക്കുന്ന ഒരു പക്ഷപാത നിലപാടിൽ നിന്നുകൊണ്ട് പിണറായി വിജയനെ എന്താണ് BJPയുമായിട്ട് സമരം ചെയ്യാത്ത, സന്ധി ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് പിണറായി വിജയൻ്റെതെന്ന നെറേഷൻ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അത് എന്താണ് ഒരു സത്യസന്ധയായ മാധ്യമ പ്രവർത്തകർക്ക് യോജിച്ച കാര്യമാണോ എന്നത് സ്മൃതി തന്നെ ആലോചിക്കേണ്ട പ്രശ്നമാണ്. കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം ഇന്ന് ഇന്ത്യയിൽ ആകെ തന്നെ ഈ BJP പ്രതിദാനം ചെയ്യുന്ന വർഗീയതക്കും നിയോ ലിബറൽ നയങ്ങൾക്കുമെതിരായിട്ട് ഏറ്റവും ശക്തമായ പ്രതിരോധം വിട്ടുവീഴ്ചയില്ലാതെ സ്വീകരിച്ചു പോരുന്ന പ്രസ്ഥാനമാണ്, ഗവൺമെൻറ്റാണ്, മുന്നണിയാണ്. ശരി. അപ്പം അങ്ങീ പറഞ്ഞ പോലെ ജമാഅത്തെ ഇസ്ലാമിയുടെയും കോൺഗ്രസിൻ്റെയും നാവാണെന്ന് പറയുമ്പോൾ SDPയുടെ നാവാണ് എന്നുള്ള വാദം ഏതായാലും അങ്ങേക്ക് ഇപ്പോഴില്ല എന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ അടുത്ത അതിഥിയിലേക്ക്, ഇപ്പോൾ ഞാൻ ശ്രീ അജിത്തിലേക്ക് പോയതേ ഇല്ലല്ലോ. ശ്രീ അജിത്ത്, സ്മൃതി പറഞ്ഞോ, അല്ല അങ്ങനെ ഒരു വാദം അങ്ങേക്ക് ഇപ്പോഴില്ലല്ലോ എന്നാണ് ഞാൻ ചോദിച്ചത്. നേരത്തെ അത്രയേ ഉള്ളൂ. ശ്രീ MA അജിത് കുമാർ അങ്ങ് പറഞ്ഞോളൂ. സർക്കാർ അല്ല, ഞാൻ അദ്ദേഹത്തിലേക്ക് ഒന്ന് പോയിക്കോട്ടെ. സർക്കാർ ജീവനക്കാരുമായി ബന്ധപ്പെട്ട് അങ്ങ് പറഞ്ഞു വരികയായിരുന്നു, പറഞ്ഞോളൂ. അതെ, ഞാൻ പറഞ്ഞു വന്നത് ഇതായിരുന്നു. ഇവിടെ തെരഞ്ഞെടുപ്പിന് ശേഷം പെട്ടിയിലായ വോട്ടിന്റെ കണക്കുകൂട്ടലുകളെ സംബന്ധിച്ച് വിശകലനമാണ് നടക്കുന്നതെങ്കിൽ പെട്ടിയിലാവാൻ കഴിയാത്ത വോട്ടിനെ കുറിച്ച്, അവകാശ ലംഘനത്തെ കുറിച്ചാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് അതുമായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ള ഒരു ഭാഗം. അത് ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ടിട്ടുള്ള നടപടിക്രമം, പോസ്റ്റൽ ബാലറ്റുമായി ബന്ധപ്പെട്ട് വോട്ടിംഗ് ഫെസിലിറ്റേഷൻ സെന്റർ സ്ഥാപിച്ചു. ഫെസിലിറ്റേഷൻ സെന്ററിൽ എല്ലാ ജീവനക്കാർക്കും, തെരഞ്ഞെടുപ്പിനായി ഡ്യൂട്ടിക്കായി നിയോഗിക്കപ്പെട്ട എല്ലാ ജീവനക്കാർക്കും വോട്ട് ചെയ്യാനുള്ള സൗകര്യം, അതിനാവശ്യമായ ക്രമീകരണം നടത്തിയില്ല. ബാലറ്റ് സമയത്ത് ലഭ്യമാക്കിയില്ല. ഇന്നും പത്രത്തിൽ പുറത്തു വന്ന കണക്കുകൾ ഏതാണ്ട് 20,000-ഓളം ആളുകൾക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന കണക്കാണ് വരുന്നത്. ഇതുവരെ കേരളത്തിൽ എത്ര പേരെയാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി, പോളിംഗ് ഡ്യൂട്ടിക്കും നോൺ പോളിംഗ് ഡ്യൂട്ടിയുമുണ്ട്, അതിനായി നിയോഗിക്കപ്പെട്ട ജീവനക്കാർ എത്രയാണ്? എത്ര പേർക്കാണ് പോസ്റ്റൽ ബാലറ്റ് അപേക്ഷിച്ചത് എത്രയാണ്? എത്ര പേർക്ക് അത് ഇഷ്യൂ ചെയ്തു? എത്ര പേരത് പോൾ ചെയ്തു, അവരുടെ വോട്ട് കാസ്റ്റ് ചെയ്തു? ഈ കണക്ക് ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെ എവിടെയും പുറത്തുവിട്ടില്ല. ഇപ്പൊ നമ്മൾ 78% കേരളത്തിലെ പോളിംഗിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓരോ മണിക്കൂറും ഇടവിട്ടുകൊണ്ട് പോളിംഗിന്റെ കണക്ക് ഉദ്യോഗസ്ഥരാണ്, വോട്ടവകാശം നിഷേധിക്കപ്പെട്ട ഒരു പറ്റം ഉദ്യോഗസ്ഥരാണ് ഈ കണക്കുകളെല്ലാം കൊടുക്കാൻ ബാധ്യസ്ഥരായത്. ഓരോ മണിക്കൂർ ഉദ്യോഗസ്ഥർ അല്ലേ? അല്ലല്ല, ഉണ്ട്. ഞങ്ങൾക്ക് ലഭ്യമായ കണക്കാണ്. അത് ഔദ്യോഗികമായി വിശദീകരിക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ, അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ്. നമുക്ക് ജില്ലകളിലെല്ലാം ബന്ധപ്പെടുമ്പോൾ, ഓരോ പോളിംഗ് സ്റ്റേഷനിലും ഡിസ്ട്രിബ്യൂഷൻ സെന്ററിലെല്ലാം പോകുമ്പോൾ വോട്ട് നഷ്ടപ്പെട്ട, ബാലറ്റ് വന്നില്ല എന്ന് പരാതി പറയുന്ന നിരവധിയായ ജീവനക്കാരെ, അധ്യാപകരെയാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. മതിയായ ക്രമീകരണം, മുന്നൊരുക്കങ്ങൾ നടത്തിയില്ല. പുതിയ സങ്കീർണമായ നടപടിക്രമം അതിന്റെ ഭാഗമായി കൊണ്ടുവന്നു. നോക്കൂ, നമുക്ക് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്നതിന്, ആളുകളെ കണ്ടെത്തുന്നതിന്, പോസ്റ്റ് ചെയ്യുന്നതിനൊക്കെ സോഫ്റ്റ്വെയർ ഉണ്ട്. ഓഫീസുകളിൽ അവരവർ ജോലി ചെയ്യുന്ന ഓഫീസിൽ നിന്ന് ഈ ജീവനക്കാരുടെ പേര് വിവരം, അവരുടെ ഫോട്ടോ, അവരുടെ ഫോൺ നമ്പർ, അവരുടെ വോട്ടർ ID നമ്പർ, എല്ലാ വിശദാംശങ്ങളും ഇൻസ്റ്റിറ്റ്യൂഷൻ ഹെഡ് ആണ് അതിന്റെ ചുമതലയുള്ളത്. അവരുടെ പേഴ്സണൽ ഡാറ്റ എല്ലാം എടുത്തുകൊണ്ട് സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്യുകയാണ്. അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ അത് ഇലക്ഷന്റെ ബന്ധപ്പെട്ട ജില്ലാ വരണാധികാരി അത് റാൻഡമൈസേഷൻ നടത്തി കഴിഞ്ഞാൽ ഓരോ ഉദ്യോഗസ്ഥനെയും എവിടെയാണ് പോസ്റ്റ് ചെയ്യുന്നത്, തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോസ്റ്റ് ചെയ്യുന്നത്, ആ പോസ്റ്റിംഗ് ഓർഡർ ഇതേ സോഫ്റ്റ്വെയറിലൂടെ അതാത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ്. ഇപ്പൊ പോളിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്ന പ്രക്രിയയിലെല്ലാം ഈ നടപടിക്രമങ്ങൾക്കൊക്കെ ഈ സാങ്കേതിക വിദ്യയെല്ലാം ഉപയോഗിച്ചു. എന്നാൽ അവിടെ നിന്ന് അങ്ങോട്ട് ജീവനക്കാരന്, ഇലക്ഷന്റെ ഭാഗമായി നിയോഗിക്കപ്പെടുന്ന ജീവനക്കാരന് തപാൽ വോട്ടിന് അപേക്ഷിക്കാൻ സോഫ്റ്റ്വെയർ സംവിധാനമില്ല, ഓൺലൈൻ സംവിധാനമില്ല. അത് പഴയതുപോലെ കടലാസിൽ എഴുതി അതിന്റെ പോസ്റ്റിംഗ് ഓർഡർ ഇഷ്യൂ ചെയ്ത ആളുകൾ തന്നെ പോസ്റ്റിംഗ് ഓർഡറിന്റെ കോപ്പി, ID കാർഡിന്റെ കോപ്പി, ഈ കോപ്പിയെല്ലാം വെച്ചുകൊണ്ട് RO ട്രെയിനിങ് നടത്തുന്ന സ്ഥലത്ത് കൊണ്ട് നേരിട്ട് കൊടുക്കണം. മതിയായ ദിവസം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ 4-5 തവണ ഇലക്ഷൻ കമ്മീഷന് ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് പരാതി കൊടുത്തു, നേരിട്ട് കണ്ടു.
ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ജില്ലകളിലുമൊക്കെ അറിയിച്ചു. പക്ഷേ മതിയായ സംവിധാനം ഉണ്ടാവാതെ വന്നതുകൊണ്ടാണ് കേരള യൂണിയൻ ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നത്. ഹൈക്കോടതി ഇടപെടലുണ്ടായി. 8-ാം തീയതിയാണ് ഹൈക്കോടതി ഇടപെടലുണ്ടായത്. അതുവരെ ഉദ്യോഗസ്ഥ തലത്തിൽ ഇത് പരിഹരിക്കാനാണ് ശ്രമിച്ചത്, നടന്നില്ല. 8-ാം തീയതി ഹൈക്കോടതിയിൽ നിന്ന് ഡയറക്ഷൻ കൊടുത്ത് അന്ന് കുറേയധികം ശ്രമമൊക്കെ നടത്തി. പക്ഷേ ജില്ലയ്ക്ക് പുറത്തുള്ള വോട്ടർമാർ അവർക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ജില്ലയ്ക്കകത്ത് തന്നെ ഉള്ള വ്യത്യസ്ത മണ്ഡലങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ അതിന് ഏർപ്പെടുത്തിയ സംവിധാനമാണ്. ഒരു റിട്ടേണിംഗ് ഓഫീസർക്ക് നേരിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതെല്ലാം അതിന് പ്രത്യേകമായി മറ്റൊരു കേന്ദ്രമുണ്ടാക്കി, അപേക്ഷ പോകുന്നതിന് ഒരു തട്ട്, തിരിച്ചു വരുന്നതിന് ഒരു തട്ട്, ഈ തട്ട് സംവിധാനങ്ങൾ കൂടുതലാവുകയും ജീവനക്കാർക്ക് യഥാസമയം ബാലറ്റ് എത്താതിരിക്കുകയും ചെയ്തു. ഇപ്പോഴും ഞങ്ങളുടെ ആവശ്യം, പോളിംഗ് കഴിഞ്ഞിട്ടുണ്ട്, പോളിംഗ് കഴിഞ്ഞാലും ഈ ഇഷ്യൂ ചെയ്ത ബാലറ്റുകൾ, അതാത് റിട്ടേണിംഗ് ഓഫീസർമാർ ഇഷ്യൂ ചെയ്ത ബാലറ്റുകൾ അവരുടെ കൈകളിലുണ്ട്. ആ ബാലറ്റ് ഉപയോഗിച്ച് ഇനിയും ഫെസിലിറ്റേഷൻ സെന്റർ വരുന്ന ദിവസങ്ങളിലും പ്രവർത്തിക്കാം. കൌണ്ടിംഗ് 4-ാം തീയതിയുള്ളൂ. പണ്ടെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ബാലറ്റ് ഇഷ്യൂ ചെയ്യുന്നത് പോളിംഗിന്റെ തലേദിവസമാണ് ഡിസ്ട്രിബ്യൂഷന്റെ തലേദിവസം വൈകുന്നേരം വരെ മാർക്കഡ് കോപ്പി സീൽ ചെയ്യുന്നതിന് മുമ്പ് ലഭിക്കുന്ന എല്ലാ അപേക്ഷകളും സ്വീകരിക്കാൻ റിട്ടേണിംഗ് ഓഫീസർമാർ ചെയ്തിരുന്നു. അങ്ങനെ ചെയ്യുകയും തപാലിൽ അയച്ച് പോളിംഗ് ദിവസം മുമ്പ് വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് എത്തുന്ന ബാലറ്റുകൾ കൌണ്ട് ചെയ്യുകയും ചെയ്യുമായിരുന്നു. ഇപ്പോ അതിൽ മാറ്റം വരുത്തിയാണ് ഫെസിലിറ്റേഷൻ സെന്ററിലേക്ക് പോയത്. എന്നാൽ നടപടിക്രമങ്ങൾ വല്ലാതെ സങ്കീർണമാക്കിയതിലൂടെയും ആധുനിക സാങ്കേതിക വിദ്യയൊന്നും ഉപയോഗപ്പെടുത്താതിരുന്നതിലൂടെയും ജീവനക്കാർക്ക് യഥാസമയം വോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. വോട്ട് ചെയ്യാത്തവരും അതുപോലെ തന്നെ അപേക്ഷിക്കാൻ കഴിയാതെ പോയവരും ഉണ്ട്. അവസാന ദിവസങ്ങളിലാണ് 5-ാം തീയതിയും 6-ാം തീയതിയും ഒക്കെ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ടവരുണ്ട്. 2-ാം തീയതിക്ക് ശേഷം ബാലറ്റ് അപേക്ഷ സ്വീകരിക്കാൻ മതിയായ സംവിധാനം പൊതുവായി ഡയറക്ഷൻ താഴേക്ക് നൽകില്ല. ഓരോ റിട്ടേണിംഗ് ഓഫീസറും അവരവരുടെ വിവേചനാധികാരം ഉപയോഗിച്ചാണ് അക്കാര്യങ്ങളിൽ നടപടി സ്വീകരിച്ചത്. ഇതെല്ലാം അപേക്ഷ നൽകുന്നതിന് തടസ്സമുണ്ടായി. അപേക്ഷ നൽകിയാൽ ബാലറ്റ് ഇഷ്യൂ ചെയ്യുന്നതിന് തടസ്സമുണ്ടായി. ഇഷ്യൂ ചെയ്ത ബാലറ്റ് പോൾ ചെയ്യുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ അവരവർ ജോലി ചെയ്യുന്ന സ്ഥലത്തോ താമസിക്കുന്ന സ്ഥലത്തോ ഒക്കെ ഇതിന് ക്രമീകരണം വരുത്താം. അതിനൊന്നും ഫലപ്രദമായ സംവിധാനം ഉണ്ടായില്ല. അതിന്റെ ഭാഗമായാണ് ഇവിടെ ഏതാണ്ട് 20,000-ഓളം ആളുകൾ എന്നാണ് നമുക്ക് ലഭ്യമായ കണക്ക് വോട്ട് ചെയ്യാൻ കഴിയാതെ പോയിരിക്കുന്നു. ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം തന്നെയാണ് അതുള്ളതാണ്. എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കുന്നവർക്ക് വോട്ട് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. ഏതായാലും കോടതിയിലാണല്ലോ അല്ലേ ശ്രീജിത് കുമാർ, അത് കോടതിയിലേക്ക് പോവുകയും കോടതിയുടെ ഭാഗത്ത് നിന്ന് അതിശക്തമായ പ്രതികരണം ഉണ്ടാവുകയും ചെയ്തു. കോടതിയിൽ ഈ കേസ് നിലനിൽക്കുന്നുണ്ട്. അതെ, കോടതിയിൽ കേസ് നിലനിൽക്കുന്നുണ്ട്. ബന്ധപ്പെട്ട അധികാരികൾ അതിന് നിലവിൽ അത്തരം തുടർ നടപടികൾ സ്വീകരിക്കാൻ നിയമപരമായ തടസ്സമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി, മുമ്പ് ചെയ്ത രീതി അനുസരിച്ചും അത് തുടരാൻ കഴിയുന്നതാണെന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, തിരിച്ചകത്തും ഇപ്പോൾ മുഖ്യമന്ത്രി ചർച്ചകൾ നേരത്തെ തുടങ്ങിയെന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. അല്ലെങ്കിൽ ഞാനാണ് അവകാശവാദി, ഞാനാണ് ഇതിൽ എത്തേണ്ടത്, ഞാനാണ് മുഖ്യമന്ത്രിയാകേണ്ടത് എന്ന രൂപത്തിൽ നേതാക്കൾക്കിടയിൽ തന്നെ ചർച്ചകൾ നടക്കുന്നു, അല്ലെങ്കിൽ അതിനുള്ള ചർച്ചകൾക്കുള്ള സാഹചര്യം ഒരുക്കുന്നു എന്ന രൂപത്തിലുള്ള വാർത്തകൾ വന്നു തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നിങ്ങളിലേക്ക് ഈ ഭരണം എത്തുകയാണെങ്കിൽ തമ്മിലടിയാണ് തുടക്കത്തിലേ ഉണ്ടാവുക എന്നൊരു പ്രതീതി സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു. അതിൽ അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങൾക്ക് കുറേ നേതാക്കളുണ്ട് എന്ന കാര്യം പറയാതിരിക്കും, അത് നമുക്കറിയാമല്ലോ, കുറേ നേതാക്കളുണ്ട്. ഞാൻ അതിനു മുമ്പ് ഈ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞ ക്ഷേമ ഗവൺമെന്റ് എന്ന അദ്ദേഹത്തിന്റെ പ്രതികരണം പല പ്രാവശ്യം അദ്ദേഹം ആവർത്തിച്ചു. ഭയങ്കരമായ ക്ഷേമം ജനങ്ങൾക്ക് ചെയ്തു. പഞ്ചായത്തിലൊരു വീട് വെക്കുന്നതിന് അപേക്ഷ കൊടുക്കുന്നതിനും അതിന്റെ പെർമിറ്റ് ഫീസും കൂടെ 422 രൂപയായിരുന്നു. ഇപ്പം എത്രയാക്കി കുഞ്ഞിക്കണ്ണൻ? 6600 രൂപ. മുനിസിപ്പാലിറ്റിയിൽ എത്രയായിരുന്നു? മുനിസിപ്പാലിറ്റിയിൽ 422 രൂപ. ഇപ്പം എത്രയാക്കി? 8840 രൂപ. കോർപ്പറേഷനിൽ 610, അത് 12200 രൂപ. പാവങ്ങൾക്ക് വേണ്ടിയാണ്. വൈദ്യുതി ചാർജ് എത്ര തവണ കൂട്ടി? വെള്ളക്കരം എത്ര തവണ കൂട്ടി? ബസ് ചാർജ് എത്ര തവണ കൂട്ടി? ഇവർ പെൻഷൻ, ഇവർ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, ഇവർ ഈ പെൻഷൻ പറയുന്നതുകൊണ്ടൊരു ഗുണമുണ്ടായി. പെൻഷൻ എന്ന് തുടങ്ങി, ആര് ധനകാര്യമന്ത്രിയും ആര് മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് എന്നൊക്കെ ആളുകൾ പഠിച്ചു തുടങ്ങി. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇവരിങ്ങനെ ആളുകളെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെൻഷൻ കൊണ്ടുവന്നത് ഞങ്ങളാണ്, പെൻഷൻ കൊടുക്കുന്നത് ഞങ്ങളാണ്, CPM-ന്റെ AK സെന്ററിൽ നിന്ന് എടുത്താണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഇവർ പറഞ്ഞിരുന്നത്. ആ ഒരു ഡിബേറ്റ് ഏതായാലും നന്നായി. R ശങ്കറിനെ പോലെ മഹാനായ ഒരു മുഖ്യമന്ത്രി, അദ്ദേഹമാണ് പെൻഷൻ കൊണ്ടുവന്നത്. ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ പഠിച്ചു.
തുടങ്ങുമ്പോൾ എത്രയായിരുന്നു? VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ വരെ 300 ഉള്ളൂ സ്മൃതി. 300 രൂപ മാറി മാറി ഗവൺമെന്റുകൾ വന്നിട്ടുണ്ട്. 300 ഉള്ളായിരുന്നു. ആ 300-ൽ നിന്ന് 1000-ന് മേളിലേക്ക് പോയത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. ഇവര് വന്നു, ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ക്ഷേമം ഞങ്ങൾ വരുത്തിയെന്നാണ്. ഞാൻ ചോദിക്കും, ഇവരുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞാലേ 2500 രൂപ ക്ഷേമ പെൻഷൻ നൽകുമെന്ന് ഇവർക്ക് നൽകാൻ കഴിഞ്ഞോ? 2000 നൽകിയെന്ന് പറഞ്ഞു. എന്നാണ് 2000 നൽകിയത്? തെരഞ്ഞെടുപ്പിന്റെ തലേദിവസിയോ? എന്നിട്ടാണോ? ഇതാണ് ഇവരുടെ കുഴപ്പം. കേരളത്തിലെ ജനങ്ങളുടെ സാമാന്യ ചിന്താശക്തിയെ ഇവർ വെല്ലുവിളിക്കുകയാണ്. അവരുടെ ദൗർബല്യത്തെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇവർ. കാരണം ഒരു തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം 1600-ൽ നിന്ന് 2000 ആക്കുക. മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുകയാണ് 2500 ആക്കുമെന്ന്. ഇവരാക്കിയിട്ടില്ല. ഇവർ വൈദ്യുതി ചാർജ്, വെള്ള ചാർജ് തൊട്ട് മുഴുവൻ എന്തൊരു വിലക്കയറ്റമാണ് സ്മൃതി, എന്തൊരു വിലക്കയറ്റമാണ്. ഈ വിലക്കയറ്റത്തിൽ ആളുകൾ പിടിച്ചു നിൽക്കുന്നത് എങ്ങനെയാ? റേഷൻ കടകളിൽ സൗജന്യമായി സാധാരണക്കാരായിട്ടുള്ള മഞ്ഞ കാർഡുകാർക്ക്, ഞങ്ങളൊക്കെ ആളുകൾക്ക് അറിയാവുന്നതാണെങ്കിലും ഞാൻ പറയാൻ നിവർത്തിയില്ല, ഇവരുടെ ഈ തട്ടിപ്പ് വ്യക്തമാക്കണ്ടേ. മഞ്ഞ കാർഡുള്ള ആർക്ക് 35 കിലോ ധാന്യം കൊടുക്കുന്നു. ഇവർക്ക് വല്ല ഇടപാടുണ്ടോ അതിൻ്റെ അകത്ത്? കോൺഗ്രസ് ഗവൺമെന്റ് സൃഷ്ടിയാണ്. ഇവിടെ 40 രൂപ മുതൽ 200 രൂപ വരെ അരിക്ക് വിലയുള്ളപ്പോൾ 10 രൂപ 90 പൈസയ്ക്ക് റേഷൻ കടകളിൽ അരി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ ഈടിലാണെന്ന് കോൺഗ്രസ് കൊണ്ടുവന്നതാണ്. ക്ഷേമത്തെക്കുറിച്ച് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഡിബേറ്റ് ആകാം. ഇവരെന്ത് ചെയ്തു എന്നാ പറയുന്നത്? പാവപ്പെട്ട തൊഴിലാളികൾക്ക് ഇപ്പൊ പട്ടിണിയില്ലാതെ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പാവപ്പെട്ട കുടുംബങ്ങൾ പിടിച്ചു നിൽക്കുന്നത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിലല്ലേ? പ്രതിദിനം 369 രൂപ 100 ദിവസം മേടിക്കല്ലേ? ആ മേടിക്കാനുള്ള അവസരത്തിൽ ആ തൊഴിൽ ദിനം വെട്ടിക്കുറയ്ക്കുന്നതല്ലാതെ ആ തൊഴിൽ ദിനം കൃത്യമായി ഉറപ്പാക്കാൻ പോലും ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? 369 രൂപ 100 ദിവസം കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? സൗജന്യമായി അരി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണ്. ഇതൊക്കെ കോൺഗ്രസ് ഗവൺമെന്റുകൾ പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ടുള്ള അല്ല, ഇടതുപക്ഷത്തിന് CPM-ന്റെ മഹത്വമൊന്നുമല്ല. മനസ്സിലായില്ലേ? ഇത്തരം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിബേറ്റ് ചെയ്യാൻ പറ്റി. ഇവർ ഈ പെൻഷനും മറ്റു കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഇവർ ക്ഷേമം നവ ലിബറൽ എന്നാ കുറെ വാക്കുകൾ പറഞ്ഞല്ലോ. ഇങ്ങനെ കുറെ ആളുകൾക്ക് മനസ്സിലാകാത്ത വാക്കുകൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ശരി, യാഥാർത്ഥ്യങ്ങളിലേക്ക് വരുമ്പോൾ ആളുകൾക്കറിയാം. ആളുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ആശുപത്രികളിൽ സൗജന്യ ചികിത്സ, കാരുണ്യ പദ്ധതി. എന്താ സ്ഥിതി? 2 ലക്ഷം രൂപ വരെ ചികിത്സ സൗജന്യമായി കിട്ടുമായിരുന്നു UDF ഗവൺമെന്റ് കാലത്ത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? നിങ്ങൾ പറ. കത്രിക നിക്ഷേപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, കൈമാറി മുറിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മരുന്നുണ്ടോ? ഏതെങ്കിലും ആശുപത്രിയിൽ കൃത്യമായി മരുന്നുണ്ടോ? പുറത്തേക്ക് കുറിച്ചു കൊടുത്ത് വാങ്ങിക്കൊണ്ട് വന്നില്ലെങ്കിൽ ചികിത്സിക്കാൻ ഇവിടുത്തെ ഏത് ആശുപത്രിയിലാണ് ഉള്ളത്? സപ്ലൈകോയുടെ അവസ്ഥ എന്തായിരുന്നു? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ തലേദിവസവും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസവും ആ സാധനം സ്റ്റോക്ക് ചെയ്തതിനെ കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത്. സാധാരണക്കാരന് സബ്സിഡി ഇനത്തിൽ കിട്ടേണ്ട ഐറ്റം കിട്ടുന്ന സപ്ലൈകോയുടെ അവസ്ഥ എന്തായിരുന്നു കഴിഞ്ഞ 5 വർഷം? നിങ്ങൾ പറയുന്നേ ചുമ്മാതെ ജനങ്ങളെ അങ്ങ് സേവനം ചെയ്തു, അവർക്കെല്ലാവർക്കും ക്ഷേമം നൽകി എന്നൊക്കെ പറഞ്ഞ പൊട്ടന്മാരോടൊക്കെ പറഞ്ഞാൽ മതി. അനുഭവിച്ചറിയുന്ന ആളുകൾ, അനുദിനം വിഷമിക്കുന്ന ആളുകളോട് ഇങ്ങനൊന്നും വന്നിരുന്ന് പറയരുത്. പിന്നെ സ്മൃതി ചോദിച്ച അടുത്ത കാര്യം, മുഖ്യമന്ത്രി MLA-മാർ കൂടി ഞങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആളെ പാർട്ടി തീരുമാനിക്കും. അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു വ്യക്തി അത് ആഗ്രഹിക്കുന്നൊന്നും തെറ്റൊന്നുമല്ല. 1, 2, 3, 4, 5 MLA ആകുന്ന ആർക്ക് വേണേ ആഗ്രഹിക്കട്ടെ. ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരു ഡിസിഷൻ എടുക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന സമിതിയാണ്. അത് കോൺഗ്രസ് പ്രസിഡന്റും ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവും അതോടൊപ്പം ഇവിടുത്തെ CLP-യിൽ വരുന്ന അംഗങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് തീരുമാനിക്കും. അവരുടെ ഒപ്പീനിയൻ അനുസരിച്ചല്ലേ എടുക്കുന്നത്. നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചോ VD സതീശൻ കേരളത്തിൽ പ്രതിപക്ഷ നേതാവാകും എന്ന് നമ്മൾ ആരെങ്കിലും വിചാരിച്ചിരുന്നു? അപ്പം സെൻട്രൽ ലീഡർഷിപ്പ് ഇവിടെ വന്നു, അവർ ഒപ്പീനിയൻ എടുത്തു. രമേശ് ചെന്നിത്തലയെ പോലെ എത്രയോ സീനിയറായ ഒരു നേതാവ് മാറി നിന്നിട്ടാണ് VD സതീശൻ പ്രതിപക്ഷ നേതാവായത്. വല്ലതും സംഭവിച്ചു? പ്രതിപക്ഷത്തെ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും പോരായ്മയുണ്ട്? പിന്നെ വാർത്തകൾ എന്ന് പറഞ്ഞാൽ 10-12 ചാനലുകൾ ലൈവായിട്ട് എല്ലാ ദിവസവും ന്യൂസും ഡിബേറ്റും ബ്രേക്കിംഗ് ന്യൂസും കൊടുക്കണം. കാരണം എന്നാലേ നിങ്ങൾക്ക് വ്യൂവേഴ്സ് നിൽക്കുള്ളൂ. അപ്പം നിങ്ങൾ അറിയുന്നതും അറിയാത്തതും കേട്ടതും പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് നിങ്ങൾ അവതരിപ്പിക്കും. ചില അർത്ഥസത്യങ്ങളുണ്ടാവും. ഒരാൾ ആഗ്രഹിക്കുന്നു എന്ന് എനിക്ക് കിട്ടിയാൽ കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇല്ലെന്ന് ഞങ്ങൾക്ക് തർക്കമില്ലെന്ന് അതിലൊന്നും. അപ്പം ഞാൻ പറഞ്ഞു, ഒരു മന്ത്രി പോലും ആകാതിരിക്കുന്ന, മന്ത്രിയാകാൻ പോലും അവസരമില്ലായിരുന്ന VD സതീശൻ ഒരു സുപ്രഭാതത്തിൽ ചുമ്മാ സ്വന്തം ഇഷ്ടപ്രകാരം പ്രതിപക്ഷ നേതാവായതാണോ? അല്ലല്ലോ. അതിന് ഒരു സെൻട്രൽ ലീഡർഷിപ്പ് ഉണ്ട്. അവർ വന്ന് ഉമ്മൻചാണ്ടിയെ പോലെ രമേശ് ചെന്നിത്തലയെ പോലുള്ള ആളുകൾ ഇരിക്കപ്പെടല്ലേ ആയത് എന്ന് പറഞ്ഞതുപോലെ ലീഡർഷിപ്പ് MLA-മാരുടെ ഒപ്പീനിയൻ എടുക്കും. ഒപ്പീനിയൻ എടുത്തിട്ട് ആ സമയത്ത് അവിടെ വരുന്ന അഭിപ്രായം ഏതോ അതിനനുസരിച്ച് തീരുമാനമെടുക്കും. അത് യോഗ്യരായ ഒരുപാട് പേര് കോൺഗ്രസ് പാർട്ടിയിലുണ്ട്. അതുകൊണ്ട് അങ്ങനെ രാഷ്ട്രീയക്കുഴപ്പം ഇല്ല. ഇവിടെ ശ്രീ പിണറായി വിജയന്റെ പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹം ഈ പാർട്ടിയെ മാറ്റി. സ്മൃതി ഒറ്റ സെക്കൻഡ്, CPM എന്ന് പറയുന്ന സിസ്റ്റത്തിന്റെ വരി ഉടയ്ക്കപ്പെട്ട വിഭാഗമാക്കി മാറ്റിയെന്നതിനെ
ശരി. പണ്ട് അങ്ങനെയായിരുന്നു. നയനാർ ഭരിക്കുമ്പോൾ CPM പറയും, ഗവൺമെന്റ് നയം പോളിസി പ്രഖ്യാപിക്കും, നടപ്പിലാക്കും. VS അച്യുതാനന്ദൻ ഭരിക്കുമ്പോൾ പിണറായി വിജയൻ എന്ന പാർട്ടി സെക്രട്ടറി പറയും, ആ പാർട്ടിയുടെ നയം LDFന്റെ നയമായിട്ട് അവതരിപ്പിച്ച് വളരെ കൃത്യമായിട്ട് നടപ്പിലാക്കും. ശ്രീ NP ചെക്കുട്ടി, ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ആശങ്കയായി വരുന്നത് BJP അക്കൗണ്ട് തുറക്കുമോ എന്നുള്ളതാണ്. അങ്ങയെ സംബന്ധിച്ച് അങ്ങയുടെ നിരീക്ഷണം എന്താണ്? തലസ്ഥാനത്ത് ചില മണ്ഡലങ്ങൾ ഉറപ്പിച്ചു എന്നൊരു രൂപത്തിൽ നേതാക്കൾ പ്രതികരണം നടത്തുന്നുണ്ടായിരുന്നു. അവർക്ക് അറിയാം, അവർക്ക് A ക്ലാസ് മണ്ഡലങ്ങളുണ്ട്. പക്ഷേ ഈ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിയിരിക്കുന്ന വിവാദം അതെത്രത്തോളം ആകെ തന്നെ ബാധിച്ചിട്ടുണ്ടാകാം BJP? അല്ല, BJPയുടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ഇത്തവണ താരതമ്യേന കുറെ കൂടി ഇഫക്റ്റീവായിരുന്നു, കുറെ കൂടി വൈബ്രൻ്റ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. മാത്രമല്ല, അവർ വളരെ പുതിയ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള വളരെ കുറെ കൊള്ളാവുന്ന തരത്തിലുള്ള കാൻഡിഡേറ്റ്സിനെ വെച്ചിരുന്നു. മാത്രമല്ല, അവരുടെ ക്യാമ്പയിനകത്ത് ഈ അനാവശ്യമായിട്ടുള്ള ഈ വൈകാരിക പ്രശ്നങ്ങൾ അല്ലെ ഡിവൈസീവായിട്ടുള്ള പൊളിറ്റിക്സ് അവരുടെ സ്ഥിരം പരിപാടി മാറ്റി വെച്ചിട്ട് കുറെ കൂടി വികസിത കേരളത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ അവർ നടത്തിയത്. അത് BJPക്ക് ചെറിയ നേട്ടം ഉണ്ടാക്കാൻ സഹായിക്കും എന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായും ശോഭാ സുരേന്ദ്രൻ്റെ ഈ കൈക്കൂലി കൊടുക്കൽ പരിപാടി BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഒരു ഫേസ് ലോസ്, അവരുടെ ക്യാമ്പയിന് വലിയ ദോഷം ചെയ്യുന്നൊരു സംഗതിയാണ്. എന്നിരുന്നാൽ പോലും നിലവിൽ കേരളത്തിൻ്റെ അവസ്ഥയിൽ കഴിഞ്ഞതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു പെർഫോമൻസ് ആയിരിക്കും BJP നടത്താൻ പോകുന്നത് എനിക്ക് തോന്നുന്നത്. തിരുവനന്തപുരം മുതൽ വടക്കോട്ടുള്ള അവരുടെ പല മണ്ഡലങ്ങളിലും അവർ കുറെ കൂടി മെച്ചപ്പെട്ട റിസൾട്ട് ഉണ്ടാവാനിടയുണ്ട്. പല സ്ഥലങ്ങളിലും അവർ സെക്കൻഡ് പേഴ്സണലിസ്റ്റും 1-2 സീറ്റ് അവർ ജയിച്ചാൽ പോലും അത്ഭുതമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, നമ്മുടെ സമയം പൂർണ്ണമായി അവസാനിക്കുകയാണ്. വളരെ നന്ദി ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ശ്രീ അനിൽ ബോസ്, ശ്രീ NP ചെക്കുട്ടി, ശ്രീ MA അജിത് കുമാർ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.